10th സ്റ്റാൻഡേർഡ് ന്യൂ ടെക്സ്റ്റ് ബുക്ക് ജോഗ്രഫി വെതർ ആൻഡ് ക്ലൈമറ്റ് ദിനാന്തരീക്ഷസ്ഥിതിയും കാലാവസ്ഥയും. കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം കൊറിയോലിസ് ബലമാണ്. കൊറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. എന്നാൽ കാറ്റിൻ്റെ വേഗതയെയും ശക്തിയെയും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത്. ഒന്ന് മർദ്ദച്ചരിവ് ബലം പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ്. രണ്ട് ഘർഷണബലം ഫ്രിക്ഷണൽ ഫോഴ്സ്. മർദ്ദച്ചരിവ് ബലം തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൻ്റെ അളവിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദച്ചരിവ്. മർദ്ദവ്യത്യാസം മൂലം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വായുവിൻ്റെ ചലനം സാധ്യമാക്കുന്ന ബലമാണ് മർദ്ദച്ചരിവ് ബലം. അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തമ്മിൽ കാര്യമായ മർദ്ദവ്യത്യാസമാണുള്ളതെങ്കിൽ മർദ്ദച്ചരിവ് കൂടുതലെന്നും തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൽ കാര്യമായ വ്യത്യാസമില്ലെങ്കിൽ മർദ്ദച്ചരിവ് കുറവെന്നും കണക്കാക്കുന്നു. മർദ്ദച്ചരിവ് കൂടിയയിടങ്ങളിൽ കാറ്റ് ശക്തമായിരിക്കും. ചിത്രം എയെ അപേക്ഷിച്ച് ബിയിൽ മർദ്ദവ്യത്യാസം കൂടുതലാണ്, മർദ്ദച്ചരിവ് ബലം കൂടുതലാണ്. അതിനാൽ കാറ്റ് കൂടുതൽ വീശുന്നത് ഇവിടെയാണ്. ഘർഷണം. കുന്നുകൾ, മലകൾ, വനങ്ങൾ, മനുഷ്യനിർമ്മിതികൾ തുടങ്ങിയവ ഉയർത്തുന്ന ഘർഷണം കാറ്റിൻ്റെ സുഗമ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നു. വൻകരകളെ അപേക്ഷിച്ച് സമുദ്രോപരിതലത്തിൽ കാറ്റ് ശക്തമാകാൻ കാരണം ഇതാണ്. അനിമോമീറ്ററും വിൻഡ് വെയിനും. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. കാറ്റിൻ്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ.